അല്ല, ഇതിൽ എല്ലാവരുടെയും ഈ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചക്കിടയിൽ ഈ പ്രദേശത്ത് ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരമില്ല മറ്റൊരു യുവതി പ്രസവവുമായി ബന്ധപ്പെട്ട് ഇതേ അനുഭവത്തിൽ കൂടി ഇതുപോലെ തിരിഞ്ഞു നോക്കാതെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് അവിടുന്ന് അവസാനം വണ്ടാനത്ത് എന്ന് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ തനിയാവർത്തനമാണ്. നമുക്ക് കേൾക്കുമ്പോൾ രക്തം തിളക്കിയല്ലേ. അറ്റൻഡർ മുതൽ ഡോക്ടർ വരെ അവർ സമീപിച്ചവരൊക്കെ പരമപുച്ഛത്തോടുകൂടി നിസ്സംഗതയോടുകൂടി മരണോപ്രാളത്തിൽ കഴിയുന്ന ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് നിസ്സംഗതയോടുകൂടി കാണുന്ന ഒരു ആരോഗ്യ സംവിധാനം. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീ എന്ന ആ ഒരു സങ്കല്പത്തിന് നമുക്ക് കുറെ മനസ്സിൽ കുറെ സങ്കല്പങ്ങളുണ്ട്. മലയാളിയുടെ സംസ്കാരത്തിൽ വീണ ജോർജ് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും വെറുതെ ന്യായീകരിച്ച് അല്ലെങ്കിൽ ഓരോന്നും വൈറ്റ് വാഷ് ചെയ്യാനുള്ള നിലപാടുകൾ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു നിമിഷം ബാക്കി എല്ലാവർക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ മരണമൊഴി ആയിട്ട് അദ്ദേഹത്തിന്റെ ആ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പ് മരണമൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് വീണ ജോർജ് അടക്കമുള്ളവർ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. അവർ ഇനി ഈ കാര്യത്തിൽ ഒളിച്ചോടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടി പോകാമെന്ന് വിചാരിക്കേണ്ട. ഇത് അനുവദിക്കത്തില്ല കേരളത്തിൽ എന്ന് പ്രഖ്യാപിക്കാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അടിയന്തരമായി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല. നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ ഉപകരണമടക്കം ഉണ്ട്, പക്ഷേ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞാണ് ആൻജിയോഗ്രാം അവിടെ ചെയ്യാതെ പോയത്. എത്രയോ കാലമായിട്ട് ജില്ലാ ആശുപത്രിയിൽ ചെല്ലുന്നവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. ഉപകരണങ്ങളില്ല, യാതൊരു സംവിധാനവും ഇല്ല, ഗവൺമെന്റ് പണം കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതാണ്, ജില്ലാ ആശുപത്രി ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിന്റെ ജോലിയാണ്. അവിടെ വരുന്നവരെ നേരെ ബാക്കിയുള്ളിടത്തേക്ക് പറഞ്ഞു വിടുന്നു. എന്തേലും നിവൃത്തിയുള്ളവർ ഏതേലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. യാതൊരു നിവൃത്തിയില്ലാതെ അവരുടെ ജീവന് വിലയില്ലാത്ത അവസ്ഥയിലുള്ളവർ മാത്രമാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് പോകേണ്ടി വന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഏറ്റവും മാതൃകാപരമായ സ്ഥാപനമായിരുന്നു മെഡിക്കൽ കോളേജുകൾ എന്നുള്ളത്. അത് ഈ നിലയിലേക്ക് അധപ്പതിച്ചു. നമുക്കൊക്കെ രക്തം തിളക്കിയല്ലേ. ഒരു രോഗിയുടെ ദുരവസ്ഥയിൽ മരണോപ്രാളത്തോടുകൂടി കഴിയുന്ന ഒരു രോഗി അറ്റൻഡറെ കാണുമ്പം വീൽ ചെയർ ഉന്തുന്ന ഞങ്ങളുടെ ജോലിയല്ല. അത് കഴിഞ്ഞ് നഴ്സിനെ കാണുമ്പം നിങ്ങൾ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഓരോന്നും നമുക്കങ്ങ് രക്തം തിളയ്ക്കുന്ന അനുഭവമല്ലേ ഉണ്ടായത്. ഇതാണോ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം? ഇതിന് ഉത്തരവാദി ഈ ഗവൺമെന്റ് തന്നെയാണ്. ഇതിന് രാഷ്ട്രീയം കലർത്തുന്നതല്ല. ആവർത്തിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, 2 ആഴ്ചയായില്ല ഇവിടെ മറ്റൊരു മരണം നടന്നിട്ട്. ആവർത്തിച്ച് ഇതുണ്ടാകുന്നു. ഞാൻ ഈ സംഭവം അറിയുമ്പോൾ കോഴിക്കോട്ടുള്ള ഒരു അനുഭവം ഒരാൾ പറഞ്ഞു. കോഴിക്കോട്ട് ആൻജിയോഗ്രാം ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കോ പണം കൊടുക്കാനുള്ളതുകൊണ്ട് എക്യുപ്മെന്റ്സിന്റെ മറ്റു പോരായ്മകളുണ്ട്. അതാണെങ്കിൽ ഇവർക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തുകൂടെ? ഇവിടെ ഇല്ല, നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റിൽ പോയി ജീവൻ രക്ഷിക്കൂ എന്ന് എന്തെങ്കിലും പറയണ്ടേ? ഇങ്ങനൊരു സിസ്റ്റത്തെ തകർത്ത ഒരു ഗവൺമെന്റ്, അവരാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാർ.